തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സീരിയൽ ഷൂട്ടിംഗിനിടെ ലൈംഗികാതിക്രമം എന്ന പരാതി. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ കേസെടുത്തു. 3 പീഡന പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ അസീം ഫാസിലിനെ ഫെഫ്ക പുറത്താക്കി. ന്യൂസ് മലയാളം ബിഗ് ബ്രേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദങ്ങൾക്കിടെയാണ് സീരിയൽ സൈറ്റിൽ ലൈംഗികാതിക്രമം എന്ന പരാതി പുറത്തുവരുന്നത്. അതും സർക്കാർ ഉടമസ്ഥതയിലുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ തിരുവല്ലം പോലീസ് കേസെടുത്തു. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. സംഭവത്തെക്കുറിച്ച് അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. അപ്പൊ ഈ അസീം എന്നാണ് ആ പുള്ളിയുടെ പേര്, കൺട്രോളർ അസീം ഫാസിൽ. അസീം. അപ്പൊ നമുക്ക് ഷൂട്ട് തുടങ്ങിയത് എല്ലാരും ഉണ്ടല്ലോ എന്ന ധൈര്യത്തില്, പകൽ മാന്യനാണല്ലോ ആ പുള്ളി. രാത്രി എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതിപ്പോ പകൽ മാന്യനായതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് പോയി. ബില്ല് കൊണ്ട് കൊടുത്തോ, ബില്ല് വാങ്ങിയില്ല പുള്ളി. അപ്പൊ അന്ന് ചാറ്റൽ മഴയായിരുന്നു. മഴ കാരണം പുള്ളിയുടെ അടുത്തോട്ട് ഒതുങ്ങി കയറി ഞാൻ നിന്നു. കയറി നിന്ന് എന്നെ ഈ പുള്ളി പെട്ടെന്ന് കുടിച്ചും കൊണ്ട് നിൽക്കുകയായിരുന്നു. കുപ്പിയും ഗ്ലാസും അതിലിന്റെ പുറത്ത് വെച്ചിട്ട് പുള്ളി എന്നെ തിരിഞ്ഞു നിന്ന് എന്നെ കയറി പിടിച്ചു. ബാക്കിൽ കൂടെ കയറി പിടിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് കുതറി കൈമുട്ട് വെച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇടിച്ചിട്ട് പെട്ടെന്ന് കുതറി മാറി ഓടി പുറത്തോട്ട് വന്ന്. മറ്റ് 2 ലൈംഗികാതിക്രമ പരാതികൾ കൂടി അസീം ഫാസിലിനെതിരെ ലഭിച്ചതായി ഭാരവാഹികൾ വ്യക്തമാക്കി. അസീമിനെ തസ്തികയിൽ നിന്ന് പുറത്താക്കിയതിന്റെ കത്ത് പുറത്തുവന്നു. അസീം ഫാസിലിനെതിരെ പരാതി നൽകിയതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. പോലീസിൽ പരാതി നൽകാതെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നതായി ആരോപണമുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.